السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സൂറത്തുൽ ബഖറ 8 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 8ാമത്തെ ആയത്ത് ആരെക്കുറിച്ചാണ്? മുനാഫിക്കിനെ കുറിച്ചാണ്. വമിനന്നാസ് ജനങ്ങളിൽ ഉണ്ട്, മൻ ചിലർ, യഖൂൽ പറയുന്ന ചിലർ, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, ബില്ലാഹി അല്ലാഹുവിൽ, വബിൽ യൗമിൽ ആഖിർ അന്ത്യനാളിലും, വമ അല്ല, ഹും അവർ, ബി മുഅ്മിനീൻ വിശ്വാസികളെയല്ല. കാരണം അവർ പറയുക മാത്രം ചെയ്യുന്നു, അവരുടെ മനസ്സിലോ കർമ്മങ്ങളിലോ ആ പറയുന്നത് ഇല്ല എന്നതാണ് കാരണം. ഇനി മുനാഫിഖിനെ അല്ലാഹു തആല വിശദീകരിക്കാൻ പോവാണ്. അയാളുടെ ലക്ഷണങ്ങൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. അപ്പോൾ അതിൽ ഒന്നാമത്തെ ലക്ഷണം പറയാണ്, യുഖാദിഊന അല്ലാഹ. ഖാദഅ യുഖാദിഉ,
അലിഫ് ഖാദഅ ഖാദഅ. വഞ്ചിച്ചു. ഖാദഅ വഞ്ചിച്ചു എന്നാണ് അർത്ഥം. ഖാദഅ വഞ്ചിച്ചു. മുളാരി എങ്ങനെ വരും? യുഖാദിഉ യുഖാദിഉ ഖാദഅ യുഖാദിഉ. ഖാദഅ യുഖാദിഉ വഞ്ചിച്ചു. ഇതേ ആശയം തന്നെയാണ് ഖദഅ എന്ന് പറയുമ്പോഴും. ഖദഅ അതിൻ്റെ മുളാരി യഖ്ദഉ എന്നാണ്. ഖദഅ യഖ്ദഉ വഞ്ചിച്ചു എന്ന് തന്നെയാണ്. ഖദഅ യഖ്ദഉ ഖദഅ യഖ്ദഉ അത് ഈ ആയത്തിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? ആയത്ത് അവസാനിക്കുന്നത് വമ യഖ്ദഊന എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഖദഅ യഖ്ദഉ ആണത്. ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ വാക്കിൽ തന്നെ, ചെറിയ വ്യത്യാസമുണ്ടല്ലോ. എന്താ വ്യത്യാസം? ഇവിടെ ഒരു അലിഫ് കൂടുതലുണ്ട് അല്ലേ? ഇത് ഖദഅ, ഇത് ഖായുടെ കൂടെ അലിഫുണ്ട്. ഖാദഅ അലിഫിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഖാദഅ എന്ന രൂപം വരുമ്പോൾ പരസ്പരം വഞ്ചിച്ചു എന്നുള്ളൊരു ആശയമുണ്ട്. ഖാദഅ പരസ്പരം വഞ്ചിച്ചു എന്നുള്ള ആശയമാണ് ഖാദഅ. ആ മോഡൽ വാക്കുകളുടെ പ്രത്യേകത അതാണ്. ഖത്തല, ഖത്തല എന്ന് പറഞ്ഞാൽ വധിച്ചു എന്നാണ്. ഒരാൾ ഏകപക്ഷീയമായി മറ്റൊരാളെ വധിക്കുന്നതിനാണ് ഖത്തല എന്ന് പറയാം. ഖാത്തല എന്ന് പറഞ്ഞാലോ പരസ്പരം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു എന്നാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട് അല്ലേ? ഖാത്തല എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്തു എന്നായിരിക്കും. ഖത്തല വധിച്ചു ഒരാൾ, ഖാത്തല പരസ്പരം. അപ്പം അങ്ങനെ വരും. ഇപ്പോൾ ഖദഅ എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായ വഞ്ചനയാണ്. ഖാദഅ എന്ന് പറയുമ്പോൾ പരസ്പര വഞ്ചനയാണ്. ഇവിടെ എങ്ങനെ പരസ്പര വഞ്ചനയാവുന്നത്? ഒന്ന്, മുനാഫിക്കുകളുടെ സംഘം വഞ്ചന നടത്തുന്നു എന്നാണ്. അപ്പോൾ സമൂഹത്തിൽ അതിൻ്റെ വഞ്ചനയുടെ ഫലം വ്യാപകമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഒന്ന്, മുനാഫിക്കുകൾ പരസ്പരം വഞ്ചകന്മാരായിരിക്കും അല്ലേ? അവരുടെ പ്രകൃതി അതാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, വിശ്വസിച്ചാൽ വഞ്ചിക്കും അല്ലേ? പിന്നെ കരാർ ചെയ്താൽ ലംഘിക്കും, പിന്നെ സംസാരിച്ചാൽ കള്ളം പറയും, തെറ്റിയാൽ അസഭ്യം പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെ അവർ പരസ്പരം പാരയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രകൃതം. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി അതിലുണ്ട്. അപ്പോൾ ഖാദഅ വഞ്ചിച്ചു എന്ന് തന്നെ പറയാം. ഉദ്ദേശിക്കുന്നത് പരസ്പരം എന്നൊരാശയം അതിലുണ്ട്. കാരണം അവരുടെ വഞ്ചന പിന്നെ അതൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറുന്നു. അതാണ്, സാമൂഹിക പ്രശ്നമായിട്ട് മാറുന്നു. ഒരാൾ മോഷണം നടത്തുമ്പോൾ അയാൾക്ക് മാത്രമല്ലല്ലോ പ്രശ്നം, അത് സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഖാദഅ എന്ന വാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഖാദഅ മുളാരിയാണ്. യുഖാദിഉ അല്ലേ? യുഖാദിഉ അർത്ഥം വഞ്ചിക്കുന്നു. യുഖാദിഊന അവർ വഞ്ചിക്കുന്നു. ആരെ? അല്ലാഹുവേ എന്നാണ്. അല്ലാഹ, ആ അവസാനം ഹാഇന് ഫത്ഹാണല്ലോ. അങ്ങനെ വരുമ്പോൾ അല്ലാഹുവേ എന്നുള്ള അർത്ഥം വരും. യുഖാദിഊന അവർ വഞ്ചിക്കുന്നു. അല്ലാഹുവേ. അള്ളാഹു വഞ്ചിക്കുന്നു എന്നാണെങ്കിലോ അല്ലാഹു എന്നാണ് പറയപ്പോൾ. അല്ലാഹു ഹായിന് ബമ്മായിരിക്കും, ഹായിന് ഫത്ഹാകുമ്പോൾ അല്ലാഹുവേ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ യുഖാദിഊന അല്ലാഹ, അവർ അല്ലാഹുവെ വഞ്ചിക്കുന്നു. പിന്നെ ആരെ വഞ്ചിക്കുക?
വല്ലദീന ആമനു വിശ്വസിച്ചവരെയും, വല്ലദീന ഒരു വിഭാഗത്തെയും, ആമന അവർ വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു, ആമനു വല്ലദീന ആമനു വിശ്വസിച്ചവരെയും എഴുതണ്ടില്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു അവർ അള്ളാഹുവെ വഞ്ചിക്കുന്നു, വിശ്വാസികളെയും വഞ്ചിക്കുന്നു. കഴിയോ അങ്ങനെ വഞ്ചിക്കാൻ? അള്ളാഹിനെ വഞ്ചിക്കാൻ പറ്റുമോ? സാധ്യമല്ല. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നുന്നത്. അവർ വളരെ രഹസ്യമായി കാര്യങ്ങൾ ചെയ്യുന്നു, ഗൂഢാലോചനകൾ നടത്തുന്നു. അള്ളാഹുവിനെതിരിൽ, പ്രവാചകനെതിരിൽ, ഇസ്ലാമിനെതിരിൽ ഒക്കെയുള്ള പലതരം തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ മറവിൽ രഹസ്യ സങ്കേതങ്ങളിൽ ഒക്കെ അവരിങ്ങനെ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരെന്താ കരുതുന്നത്? ഞങ്ങൾ എത്ര സമർത്ഥന്മാരാണ്, നമ്മുടെ ഗൂഢാലോചനകളൊന്നും രഹസ്യങ്ങളൊന്നും മറ്റാർക്കും മനസ്സിലാകുന്നില്ല, പടച്ചോന് പോലും പിടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയില്ലേ ചിലർ? ദൈവത്തിന് പോലും കഴിയില്ല എന്നൊക്കെ പറയും. അപ്പം അത് അവരുടെ ഒരു മാനസികാവസ്ഥയാണത്. തെറ്റ് ചെയ്യാൻ പ്രേരിതനാകുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. വാതിലിന് പിറകിലാണെങ്കിൽ ആരും കാണില്ല എന്ന് തോന്നൂല്ലേ? ഇരുട്ടിലാണെങ്കിൽ ആരും കാണില്ല. അതുപോലെ എൻ്റേതായ സങ്കേതത്തിലാണെങ്കിൽ മറ്റാരും അറിയില്ല. ഇങ്ങനെ ഒരു തോന്നൽ പലപ്പോഴും നമ്മിലുണ്ടാവും. അതാരാ ഉണ്ടാക്കുന്നത്? ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണത്. ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. അതിനെന്താ പറയൽ? ഒട്ടകപ്പക്ഷി നയം എന്ന് പറയും. ഒട്ടകപ്പക്ഷി എങ്ങനെയാണ്? ഒട്ടകപ്പക്ഷി അതിൻ്റെ ശത്രുവിനെ കാണുമ്പോൾ അതിൻ്റെ ചെറിയ തല കൊണ്ടുപോയിട്ട് ഒരു ഇലയുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെക്കും. ഏതെങ്കിലും ഒരു ഇലയുടെ ഉള്ളിൽ ഇങ്ങനെ പതുങ്ങി വെക്കും തല. പക്ഷെ അതിൻ്റെ ശരീരമോ വലിയ ശരീരം പുറത്താണ്. പക്ഷെ അതിനെക്കുറിച്ച് അത് പലപ്പോഴും ആലോചിക്കില്ല എന്ന് പറയും പോലെയാണ്. അപ്പോൾ എന്നെ ആരും കാണുന്നില്ല എന്ന നിലയ്ക്ക് ഇരുട്ടിൻ്റെ മറവിൽ അല്ലെങ്കിൽ ഏകാന്തതയിൽ അല്ലെങ്കിൽ തൻ്റേതായ സങ്കേതത്തിലേക്ക് മനുഷ്യൻ ഉൾവലിയുമ്പോൾ ആരും അറിയുന്നില്ല എന്ന് മനുഷ്യൻ കരുതി പോകുന്നു. പക്ഷെ അള്ളാഹു എങ്ങനെയാണ്? യഅലമു അവൻ അറിയുന്നു ഖായിനത്തുൽ അയുൻ കണ്ണുകളുടെ വഞ്ചന പോലും. എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ആംഗ്യം കാണിക്കില്ല നമ്മൾ, ഇങ്ങനെയൊക്കെ കാണിക്കും അതുപോലും അള്ളാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂർ ഹൃദയങ്ങളിൽ ഒളിച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും നഗ്നരാണ്. അങ്ങനെ പറയില്ലേ, ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്ന് പറയുന്ന പോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആർക്കും രഹസ്യങ്ങൾ ഒളിച്ചു വെക്കാൻ കഴിയില്ല. എന്നാൽ അവർക്ക് തോന്നിപ്പോവാണ് ഞങ്ങൾ അള്ളാഹുവിനെ സമർത്ഥമായിട്ട് വഞ്ചിക്കുന്നുണ്ട് എന്നവർക്ക് തോന്നും. ഈ പാവം വിശ്വാസികളുണ്ടല്ല, അവർ വളരെ നിഷ്കളങ്കരാണ്, എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും എന്നവർക്ക് തോന്നും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അവരുണ്ടാകും. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു. അത് അവരുടെ ഒരു നിലപാടാണ്. അതിന് ഇരുമുഖ നയം എന്നൊക്കെ പറയില്ലേ? എവിടെ ചെന്നാലും അവർക്ക് സീറ്റ് വേണം. മുഅ്മിനീങ്ങളുടെ സദസ്സിൽ ചെന്നാൽ അവിടെയും അവർക്ക് സീറ്റ് വേണം, കാഫിറുകളുടെ സദസ്സിൽ സീറ്റ് വേണം. അപ്പം ഇങ്ങനെ എവിടെ ചെന്നാലും ഞാൻ ആളാകും എന്നുള്ളൊരു പ്രകൃതമാണ് അവരുണ്ടാകും. അപ്പോൾ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു. എന്നിട്ട് അല്ലാഹു തആല വെളിപ്പെടുത്താണ് മാ ഇല്ല, വമാ ഇല്ല. യഖ്ദഊന അവർ വഞ്ചിക്കുന്നു. ഒരേ അർത്ഥം തന്നെയാണ്. യുഖാദിഊന യഖ്ദഊന. യഖ്ദഊന യുഖാദിഊന അവർ വഞ്ചിക്കുന്നു എന്ന് തന്നെ അർത്ഥം രണ്ടിൻ്റെയും. അവർ വഞ്ചിക്കുന്നു. അപ്പോൾ മാ യഖ്ദഊന അവർ വഞ്ചിക്കുന്നില്ല അല്ലേ? മാ ഇല്ല യഖ്ദഊന അവർ വഞ്ചിക്കുന്നു, അവർ വഞ്ചിക്കുന്നില്ല. അള്ളാഹു അതിനെ വ്യക്തമാക്കാണ്. വമാ യഖ്ദഊന യഥാർത്ഥത്തിൽ അവർ വഞ്ചിക്കുന്നില്ല. വമാ യഖ്ദഊന അവർ വഞ്ചിക്കുന്നില്ല. ഇല്ല ഇല്ല അല്ലാതെ അല്ലാതെ. വമാ യഖ്ദഊന ഇല്ല
നഫ്സ്, ഇവിടെ അർത്ഥം സ്വയം, സ്വയം എന്നാണ്. സെൽഫ്, നഫ്സ്, സ്വയം. പിന്നെന്തൊക്കെയാണ് നഫ്സിന് അർത്ഥമുള്ളത്? ശരീരം എന്നർത്ഥമുണ്ട്, ആത്മാവെന്നും അർത്ഥമുണ്ട് അല്ലേ? വ നഫ്സിൻ വമാ സവ്വാഹ, വ നഫ്സിൻ വമാ സവ്വാഹ എന്നല്ലേ നമ്മൾ പഠിച്ചാണ്. ആത്മാവാണ് അതിനെ ചൊവ്വാക്കിയവനും. ശരീരം എന്നെവിടെ വരുന്നത്? വജാഹിദു ഫി സബീലില്ലാഹി ബി അംവാലിക്കും വ അംഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. വ അംഫുസിക്കും, ശരീരം കൊണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരീരമാണ്. അപ്പോൾ ശരീരം, മനസ്സ് രണ്ടിനും പറയാം. ഇപ്പോൾ ഇവിടെ സ്വം അല്ലെങ്കിൽ സ്വയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ. അപ്പം ഇതിൻ്റെ ജമ്മാണ് അംഫുസ്. അംഫുസ്. ഇവിടെ അവർ എന്ന വാക്ക് ആണല്ലോ. യുഹാദിഊന, അവർ വഞ്ചിക്കുന്നു. അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന, അവർ വഞ്ചിക്കുന്നില്ല എന്ന് വന്നുകൊണ്ടാണ് അംഫുസ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും സ്വയം എന്ന് പറയാൻ നഫ്സ് മതിയായിരുന്നു, പക്ഷെ അവർ ആയതുകൊണ്ട് അംഫുസ് ഉപയോഗിച്ചാണ്. അവർ, അവരുടെ സ്വയം, സ്വന്തം നിലപാടുകൾ. അപ്പോൾ വമാ യഖ്ദഊന, അവർ വഞ്ചിക്കുന്നില്ല. ഇല്ല അംഫുസ്, സ്വന്തത്തെ തന്നെ അല്ലാതെ. ഹും, അവരെ തന്നെ അല്ലാതെ അല്ലേ? അംഫുസഹും എന്ന് പറയുമ്പോൾ അവരെ തന്നെ എന്ന് പറയാം. അംഫുസഹും, ഹും അവർ, അംഫുസ് സ്വയം. അപ്പോൾ അവരെ തന്നെ എന്ന് പറഞ്ഞാൽ മതി മലയാളത്തിൽ. അവരെ തന്നെ എന്ന് പറഞ്ഞാൽ മതി. അംഫുസഹും, അവരെ തന്നെ. ഇല്ല അംഫുസഹും, അവരെ തന്നെ അല്ലാതെ. അവരെ തന്നെ അല്ലാതെ അഥവാ സ്വന്തത്തെ തന്നെ അല്ലാതെ. വമാ യഖ്ദഊന, അവർ വഞ്ചിക്കുന്നില്ല. ഇല്ല അംഫുസഹും, അവരെ തന്നെ അല്ലാതെ. അതിനെന്താ ഒറ്റവാക്കിൽ മലയാളത്തിൽ പറയാം? ആത്മവഞ്ചന എന്ന് പറയും അല്ലേ? ആത്മവഞ്ചന. അവരെ തന്നെ അല്ലാതെ അവർ വഞ്ചിക്കുന്നില്ല. ഇതിൽ മാ ഉണ്ട്. മാ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇല്ല എന്നുണ്ട്. അപ്പോൾ എങ്ങനെ ശരിക്കും അർത്ഥം വരാം? അല്ലാതെ, അല്ലാതെ അല്ല, അല്ലെങ്കിൽ അല്ലാതെ ഇല്ല അല്ലേ? അങ്ങനല്ലേ വരാം? അല്ലാതെ അല്ല എന്ന് പറഞ്ഞാലോ ആണ് എന്നല്ലേ അല്ലേ? രണ്ട് നെഗറ്റീവ് വരുമ്പോൾ ഒരു പോസിറ്റീവ് ആവും. അപ്പോൾ അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്. ഇതേപോലെ വേറൊന്നെന്താ, വേറൊരു ശൈലി, ലാ കഴിഞ്ഞിട്ട് ഇല്ല വരിക. ഇതേതാ ഉദാഹരണം? ലായും ഇല്ലയും വരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, ഇലാഹ് ഇല്ല അല്ലേ? അല്ലാതെ അല്ല, അല്ലാതെ ഇല്ല. അപ്പോൾ ആ ശൈലിയാണിത്. അപ്പോൾ മാ കഴിഞ്ഞ് കുറച്ച് വാക്കുകൾ കഴിഞ്ഞിട്ട് ഇല്ല ഉണ്ടാവും. അതുപോലെ ലാ കഴിഞ്ഞിട്ട് ഇല്ല വരും. അപ്പോൾ ഇല്ലാതെ ഇല്ല, അല്ലാതെ അല്ല എന്ന ശൈലിയാണത്. അപ്പോൾ ഉറപ്പാണെന്നാണ്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രമേ ഇലാഹായിട്ടുള്ളൂ. അപ്പോൾ അവർ അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല അല്ലേ? അവർ അവരെ തന്നെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ ആ ശൈലിയാണത്. രണ്ട് നെഗറ്റീവ് ഉപയോഗിക്കുന്ന ശൈലിയാണ്. അപ്പോൾ വമാ യഖ്ദഊന, അവർ വഞ്ചിക്കുന്നില്ല. ഇല്ല അംഫുസഹും, അവരെ തന്നെ അല്ലാതെ. അവർ അവരെ തന്നെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. വമാ യശ്ഉറൂൻ, ഷാറ, ഷാറ അറിഞ്ഞു,
അറിഞ്ഞു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അറിഞ്ഞു. അലിമ എന്ന് പറഞ്ഞാലോ അറിഞ്ഞു എന്ന് തന്നെയല്ലേ. ഇപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവോ? ഒരുപാട് വാക്കുകളുണ്ട് അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലേ? അപ്പോൾ അതിൽ ഷാറ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഉള്ള അറിവിനാണ് ഷാറ എന്ന് പറയാം. കാഴ്ച, കേൾവി, രുചി, സ്പർശനം, പിന്നെന്താ ഒന്നുകൂടെ, മണം, അല്ലേ? കാഴ്ച, കേൾവി, രുചി, ഗന്ധം, പിന്നെ സ്പർശനം, അല്ലേ? ഇതല്ലേ പഞ്ചേന്ദ്രിയം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനമാണ്, അല്ലേ? അനുഭവജ്ഞാനമാണ്, അതാണ് ഷാറ. അപ്പോൾ ബോധ്യപ്പെടുക എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ദ്രിയജ്ഞാനം എന്ന് പറയാം. ഇന്ദ്രിയജ്ഞാനമാണ് ഷാറ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വമാ യഷ്ഉറൂൻ, ഷാറ യഷ്ഉറു അറിഞ്ഞു, യഷ്ഉറു അറിയുന്നു, യഷ്ഉറു യഷ്ഉറു അറിയുന്നു. അപ്പോൾ അലിമയോ? അലിമ ബുദ്ധിപരമായിട്ടാണ്, ബുദ്ധിപരമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ടുള്ളതിനാണ് ഇൽമ, അറിവ് എന്ന് പറയുന്നത്. വായനയിലൂടെ അറിയുക വേറൊരു മാധ്യമമല്ലേ, അല്ലേ? ഈ പഞ്ചേന്ദ്രത്തിനപ്പുറമുള്ളതാണ് വായന നടത്തിയിട്ട് അതുവഴി അതിൽ കാഴ്ച വരുന്നുണ്ട് ചിലപ്പോൾ, പക്ഷേ കണ്ണുകൊണ്ട് മാത്രമല്ല നമ്മൾ വായിക്കുന്നത്, മനസ്സുകൊണ്ട് വായിക്കാം. അപ്പം അങ്ങനെ വായിച്ചിട്ട് പിന്നെ ബുദ്ധി കൊണ്ട് നേരിട്ട് ഉൾക്കൊള്ളുന്നതാണ് ശരിക്കും ഇൽമ എന്ന് പറയുന്ന സംഗതി. ഇതങ്ങനെയല്ല, ഇത് പിന്നെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ബോധ്യമാവുക എന്നുള്ളതാണ്. അപ്പോൾ ഷാറ യഷ്ഉറു എന്ന് പറഞ്ഞാൽ അതാർത്ഥം. മുസ്ദലിഫക്ക് എന്താ പറയുക? ഖുർആൻ ഉപയോഗിച്ച വാക്ക് മഷ്അർ എന്നാണ്. ഹജ്ജിലെ മുസ്ദലിഫ ഉണ്ടല്ലോ, മുസ്ദലിഫയിൽ രാപ്പാർക്കുക, അല്ലേ? അവിടെ എത്തിച്ചേരുമ്പോൾ ഒരു ഹാജി സ്വന്തത്തെ തിരിച്ചറിയും. എങ്ങനെ? അനുഭവത്തിലൂടെ തിരിച്ചറിയും. എന്ത്? ഞാനൊന്നുമല്ല. ആകാശത്തെ മേൽക്കൂരിയാക്കിയിട്ട് അയാളിങ്ങനെ കിടക്കുകയാണ് അവിടെ, അല്ലേ? അപ്പോൾ ശരിക്കും അനുഭവത്തിലൂടെ അറിയാണ്. അയാളുടെ നാട്ടിൽ എന്തൊക്കെയോ അഡ്രസ്സുള്ള ആളാണ്, മേൽവിലാസങ്ങളുള്ള ആളാണ്. പക്ഷേ മുസ്ദലിഫയിൽ അയാൾ ആരുമല്ല, കേവലം ഒരു ബിന്ദുവായി അള്ളാഹുവിൻ്റെ കേവലം ഒരു അടിമയായിട്ട് മാറുന്നു. അനുഭവത്തിലൂടെ അയാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മഷ്അർ എന്ന വാക്ക് ഖുർആൻ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മഷ്അർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഷാറ അറിഞ്ഞു എന്ന് തന്നെ നമുക്ക് അർത്ഥം പറയാം, അഥവാ ബോധ്യമായി എന്നാണ്. ബോധ്യമായാലും ബോധ്യമാവില്ല, അല്ലേ? സംഗതിയൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്നാലും വമാ യഷ്ഉറൂൻ അവർ അറിയുന്നില്ല, അവരൊരിക്കലും അത് പിന്നെ ബോധപൂർവം ആ വിഷയത്തെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വമാ യഷ്ഉറൂൻ അവർ അറിയുന്നില്ല, അതോ അവർക്ക് കാര്യം ബോധ്യമാകുന്നില്ല. അവർക്ക് ബോധ്യമാകുന്നില്ല, അവർ അറിയുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. സംഗതി ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരാൾക്ക് അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെയും അത് ചെയ്തുകൊണ്ടേയിരിക്കാം, അല്ലേ? ഇപ്പോൾ പുകവലി, അത് പിന്നെ ഹാനികരമാണെന്ന് അറിയാത്തവരുണ്ടാവും. വലിക്കുന്നവരിൽ ആരും ഉണ്ടാവില്ല. ഞാൻ എന്തായി ചെയ്യുന്നത് എല്ലാവർക്കും അറിയില്ലേ, ഇതിങ്ങനെ കത്തിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? അപ്പോൾ അത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അത് മനസ്സിനെ കൊണ്ട് ഇതുവരെ അയാൾ അംഗീകരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ട് സംഗതിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമായിട്ട് വരുന്നത്. ഒരു തെറ്റൊരാൾ ചെയ്യുമ്പോൾ അതിങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവാണ്, കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. പക്ഷേ വേറൊരാൾ പറയുമ്പോൾ പെട്ടെന്ന് അയാൾക്കൊരു പിന്നെ തിരിച്ചറിവുണ്ടാവും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നിഫാഖിൻ്റെ കാര്യത്തിൽ ഇതാ സംഭവിക്കുന്നത്. അവർക്കറിയാം ഞങ്ങൾ സമർത്ഥമായിട്ട് മറ്റുള്ളവരെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലേ? എല്ലാവരോടും കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളാളാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുക, ഇവരുടെ കൂടെ നിൽക്കുക, ഇങ്ങനെ പരസ്പരം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. സംഗതിയൊക്കെ അവർക്ക് അറിയാം, പക്ഷേ അവരുടെ ബോധ മനസ്സിൽ ഇതുവരെ അതിനെക്കുറിച്ചുള്ള
ചിന്ത വന്നിട്ടില്ല എന്നാണ് അവരുടെ പ്രശ്നം. വമാ യശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ തീരെ മനസ്സിലാവാത്തതുകൊണ്ടല്ല, മനസ്സിലാകുന്നുണ്ട്, പക്ഷേ മനസ്സുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ അള്ളാഹുവെ വഞ്ചിക്കുന്നു, വിശ്വാസികളെയും വഞ്ചിക്കുന്നു എന്നാണ് അവർ കരുതുന്നത്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. വമാ യശ്ഉറൂൻ, അവർ അത് അറിയുന്നില്ല. ഇപ്പോൾ പല കാര്യങ്ങളും അങ്ങനെയാണ്. പിന്നെ നിയമലംഘനങ്ങൾ അല്ലേ, ഇപ്പോൾ പുകവലി നിരോധിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ. പക്ഷേ വലിക്കുന്ന ആൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും തിരിഞ്ഞു നിന്ന് പോലീസ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉടനെ അയാൾ തീ കൊടുക്കും അല്ലേ, അങ്ങനെയാണ്. അതുപോലെ ഹെൽമെറ്റ് നിർബന്ധമാക്കി, എന്നിട്ടോ മുമ്പിൽ പോലീസ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ ഹെൽമെറ്റ് വെച്ച് റെഡിയായിട്ട് പോകും, അല്ലെങ്കിൽ വെക്കൂല. യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അല്ലേ, സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? ഞാൻ പോലീസിനെ സമർത്ഥമായി പറ്റിച്ചു എന്നാണ് പുകവലിക്കുന്ന ആൾക്ക് തോന്നുക, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന ആൾക്ക് തോന്നുക. യഥാർത്ഥത്തിൽ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, ഇതാണ് എൻ്റെ ആശയം. അവരവർക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ അത് ഗുരുതരമായ പ്രശ്നമായിട്ട് ഭവിക്കുന്നത്. പക്ഷേ തൽക്കാലം അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നവരാണ് മുനാഫിക്കുകൾ. ദീർഘകാല പദ്ധതികളും ചിന്തകളൊന്നും അവരുടെ മുമ്പിലില്ല. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, അതിലൊരു സന്തോഷം തോന്നുക. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രകൃതമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ 9 യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ, അവർ അള്ളാഹുവേയും വിശ്വസിച്ചവരെയും വഞ്ചിക്കുന്നു. അവർ അള്ളാഹുവേയും വിശ്വസിച്ചവരെയും വഞ്ചിക്കുന്നു. അവർ അള്ളാഹുവേയും വിശ്വസിച്ചവരെയും വഞ്ചിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയല്ലാതെ വഞ്ചിക്കുന്നില്ല. എന്നാൽ അവർ അറിയുന്നില്ല. ഇനി അടുത്ത ആയത്ത്, ഫീ ഖുലൂബിഹിം മറദുൻ, ഖൽബ് ഹൃദയം നേരത്തെ വന്നു അല്ലേ, ഖൽബ് ഖുലൂബ്. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട്, ഫീ ഇൽ ഉണ്ട്, ഖുലൂബ് ഹൃദയങ്ങൾ, ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾ. നേരത്തെ വന്നത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്നായിരുന്നു. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട്. എന്താ ഉള്ളത്? മറദുൻ, രോഗം. മറദ് ഒരു രോഗം. രോഗമുണ്ട്. ജമ്മ അമ്രാദ്, രോഗങ്ങൾ. ജമ്മ അമ്രാദ്, രോഗങ്ങൾ. മറൽ അമ്രാദ്. രോഗിക്ക് എന്താ പറയാ? മരീദ് എന്നാണ് പറയാം അല്ലേ, മരീദ്. മരീദ് രോഗി, മരീദ് രോഗി, മറൽ രോഗം, അമ്രാദ് രോഗങ്ങൾ.
അല്ലാഹുമ്മ ശ്ഫി അംറാദന, അല്ലേ? അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണമേ. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട്. എന്താ രോഗം? ബ്ലോക്കാണോ? അങ്ങനെയല്ല. ഇവിടെ ഖൽബ് പറഞ്ഞത് എന്താ ഉദ്ദേശം? മനസ്സ് എന്ന ആശയത്തിലാണ്, അല്ലേ? മനസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹൃദയം എന്ന അവയവമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഹൃദയമാറ്റ ശാസ്ത്രക്രിയയൊക്കെ നടക്കുന്ന കാലമാണ്, അല്ലേ? ഇപ്പോൾ സിമ്മ് മാറ്റിയിട്ട പോലെ ഉണ്ടാവും. ഒരാളുടെ ഹൃദയം വേറൊരാൾക്ക് വെച്ച് കൊടുത്താലേ, അല്ലേ, ഇയാളുടെ സിമ്മ് അയാൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട് മറദുൻ, രോഗം. അതേസമയം മനസ്സും ഈ ഉപകരണവും, ഹൃദയം എന്ന ഉപകരണവും തമ്മിൽ ബന്ധമില്ലേ? അല്ലേ? ഉണ്ട്. മനസ്സിൽ ഭയം ഉണ്ടാകുമ്പോൾ, അല്ലേ, പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുന്നു. അങ്ങനെയാണല്ലോ. സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പ്രഷർ കൂടുന്നതാണ്. അപ്പോൾ ആ നിലക്ക് പരസ്പര ബന്ധമുണ്ട് എന്നുള്ളതാണ്. വഫീ ഖുലൂബിഹിം, മാത്രമല്ല ഖൽബ് എന്ന വാക്കിൽ അതിന് മനസ്സുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ മാറി മറിയുന്നത് എന്നാണ്, അല്ലേ? ഖലബ, മാറി മറിഞ്ഞു എന്നാണ്. ഒരേ സമയം വ്യത്യസ്തമായ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിനിങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് മനസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് ഖൽബ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചൊരു വാക്ക് എന്തായിരുന്നു ഹൃദയത്തിന്? സദർ, അല്ലേ? സദർ ജമ്മു സുദൂർ എന്ന് പഠിച്ചില്ലേ? അല്ലദീ യുവസ്വിസു ഫി സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്ന പിശാചിനെ പറ്റി പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ സദർ എന്നാണ് പറഞ്ഞത്. സദർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രധാനപ്പെട്ടത് എന്നാണ്. സദർ മുഅല്ലിം, മദ്രസയിൽ സദർ മുഅല്ലിം ഉണ്ടാവും, പ്രധാന അധ്യാപകൻ. അപ്പോൾ ശരീരത്തിലെ അതിപ്രധാനമായ ഒരു അവയവം, അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു സംവിധാനം എന്ന ഉദ്ദേശത്തിലാണ് സദർ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട് മറദുൻ, രോഗമുണ്ട്, ഒരു രോഗം മനസ്സിനെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിഫാഖ് മനോരോഗമാണ് എന്ന് പറഞ്ഞത്, അല്ലേ? നിഫാഖ് ഒരു മനോരോഗമാകുന്നു. കാരണം അത് യഥാർത്ഥത്തിലൊരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ കൃത്യമായൊരു നിലപാടല്ല, അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളെ രോഗം ബാധിച്ചിരിക്കുന്നു. രോഗം എന്ന് പറഞ്ഞാൽ എന്താ? രോഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ഒരാളുടെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് രോഗം ബാധിക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച പ്രകൃതിപരമായ ധർമ്മം, ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയാതെ വരിക, അതല്ലേ? ശാരീരികമായിട്ട് രോഗം എന്ന് പറഞ്ഞാൽ അതാണ്, ശാരീരികമായിട്ട്, അല്ലേ? ഒരാളുടെ കാലിന് അസുഖം ബാധിച്ചെന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് നടക്കുക എന്ന ഡ്യൂട്ടി പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിന് രോഗം ബാധിച്ചാലോ അതുതന്നെയാണ്, മനസ്സിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. ഇതാ സംഭവിക്കും. അല്ലാഹു തആല എങ്ങനെയാണ് മനുഷ്യനെ പഠിച്ചത്? വിശുദ്ധമായോ അശുദ്ധമായോ? വിശുദ്ധമായിട്ടാണ്, അല്ലേ? ഏറ്റവും വിശുദ്ധമായ രൂപത്തിലാണ്. അതിനെന്താ തെളിവ്? ആയത്ത് പറയും. നമ്മൾ പഠിച്ചത് സൂറത്തു തീൻ, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയിൽ, എല്ലാ നിലക്കുമാണ് പറഞ്ഞത്, അല്ലേ? ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉണ്ടല്ലോ, അതിന് ഏറ്റവും പൂർണ്ണതയിലാണ് അല്ലാഹു തആല പഠിച്ചിരിക്കുന്നത്. കൃത്യമായ ബാലൻസോടുകൂടി തന്നെയാണ് അല്ലാഹു പഠിച്ചത്. അപ്പോൾ ആ നിലക്ക് മനസ്സിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താ? നല്ലത് തിരിച്ചറിയുക, അല്ലേ? നന്മയെ ഉൾക്കൊള്ളുക, അത് സ്വീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ മനസ്സിൻ്റെ ധർമ്മം. അതാണ് നല്ലത് ഉൾക്കൊള്ളാൻ വേണ്ടി മനസ്സിനെ വിശാലമാക്കുക, ഉൾക്കൊള്ളുക, അംഗീകരിക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതൊക്കെയാണ് മനസ്സിൻ്റെ പ്രകൃതിപരമായ ധർമ്മം എന്ന് പറയുന്നത്. അതാണ് നന്മയെ ഉൾക്കൊള്ളുക. അതിന് രോഗം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ, അല്ലേ? ഒന്ന് കാപട്യം, പിന്നെന്താ? മനോരോഗം, മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അസൂയ, പക, വിദ്വേഷം, പിന്നെ
വെറുപ്പ്, ഇപ്പോഴല്ലേ വെറുപ്പ്. പിന്നെ പിശുക്ക്, പിശുക്ക് മനസ്സിനാണ് ഉണ്ടാകുന്നത്. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവൻ വിജയിച്ചു. മനസ്സിനാണ് പിശുക്ക് അല്ലേ? അതുകൊണ്ടാണല്ലോ ഒന്നും അങ്ങ് വിട്ടു കൊടുക്കാൻ കഴിയാതെ വരുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ മറുവശവും കാണാം. ഉദാരത അല്ലേ, ദയ, അനുകമ്പ, കാരുണ്യം, വിശാലത, ഇങ്ങനെ തുടങ്ങിയിട്ട് പരസ്പരം പങ്കുവെക്കാനുള്ള എല്ലാ അർത്ഥത്തിലും മനസ്സിനെ നന്മയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മനസ്സിനെ ബാധിക്കുന്ന അസുഖമാണിത്. ഇത് മറ്റു തരത്തിലുള്ള മനോരോഗമല്ല. വേറെ ഏതാ മനോരോഗം? ഭ്രാന്ത് അല്ലേ? ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത് മരുന്ന് കൊണ്ട് സാധ്യമല്ല. ഇതിൻ്റെ മരുന്ന് എന്താണ്? കൗൺസിലിംഗ് ആണ് അല്ലേ? കൗൺസിലിംഗ് ആണ് ഇതിൻ്റെ മരുന്ന്. അപ്പം അതുവഴി പിന്നെ ശുദ്ധീകരിച്ചെടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഫീ ഖുലൂബിഹിം മർദുൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട് എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം അതങ്ങനെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. രോഗം എന്ന് എഴുതാം. രോഗം ചെറിയ വാക്കിൽ എഴുതിയാൽ മതി, കാരണം പിന്നെ നമുക്കിത് കിട്ടില്ല. രോഗം, ഒരാൾക്ക് അയാളുടെ യഥാർത്ഥ ധർമ്മം ഒരാൾക്ക് അയാളുടെ യഥാർത്ഥ ധർമ്മം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ, യഥാർത്ഥ ധർമ്മം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ. അള്ളാഹു മനുഷ്യനെ പ്രകൃതി വിശുദ്ധിയോടെ സൃഷ്ടിച്ചു. അള്ളാഹു മനുഷ്യനെ പ്രകൃതി വിശുദ്ധിയോടെ സൃഷ്ടിച്ചു. അത് നിലനിർത്തൽ ആണ് മനുഷ്യധർമ്മം. അത് നിലനിർത്തലാണ് മനുഷ്യധർമ്മം. ആ വിശുദ്ധി നിലനിർത്തലാണ് മനുഷ്യധർമ്മം. നല്ലത് ചിന്തിക്കുക, ഗ്രഹിക്കുക, അംഗീകരിക്കുക. നല്ലത് ചിന്തിക്കുക, ഗ്രഹിക്കുക, അംഗീകരിക്കുക. ഇത് അസാധ്യമാകുമ്പോൾ മനസ്സിനെ ദീനം ബാധിക്കും. ദീനം എന്ന് പറഞ്ഞാൽ രോഗം. ദീനം ബാധിക്കും. മനസ്സിൻ്റെ രോഗങ്ങൾ അടുത്ത ചെറിയൊരു സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിയാൽ മതി. മനസ്സിൻ്റെ രോഗങ്ങൾ: കാപട്യം, അസൂയ, വെറുപ്പ്, ആർത്തി, പിശുക്ക്, ഭീരുത്വം, അവസരവാദം. ഇതൊക്കെയാണ് അസുഖങ്ങൾ അല്ലേ?
ഫീ ഖുലൂബിഹിം മറദുൻ, അതാ ഉദ്ദേശിക്കുന്നത്. ഖുർആനിൽ 10-ലേറെ സ്ഥലങ്ങളിൽ ഇതേ പ്രയോഗമുണ്ട്. ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞ് എടുത്തു പറയുന്നുണ്ട് മനസ്സിന് രോഗം ബാധിച്ച ആൾക്കാർ. അപ്പോൾ ഈ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അതേസമയത്ത് ശാരീരിക രോഗത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഈ ശൈലി ഉപയോഗിക്കുന്നില്ല. എങ്ങനെ പറയാം? മരീദ് എന്ന രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ നോമ്പിനെ കുറിച്ചൊക്കെയുള്ള പരാമർശമില്ലേ? വമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അല്ലേ? നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ അല്ലെങ്കിൽ യാത്രക്കാരനായാൽ മറ്റൊരു സന്ദർഭത്തിൽ നോമ്പെടുക്കുക. അവിടെയൊക്കെ മരീദ് എന്നാണ്. ശാരീരികമായി രോഗിയായ ആളെക്കുറിച്ച് പറയുമ്പോൾ മരീദ് എന്ന രൂപത്തിലാണ് പറയുന്നത്. അതേസമയം മാനസികമായ ഈ പ്രശ്നമുള്ള കാപട്യമുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഫീ ഖുലൂബിഹിം മറദുൻ എന്ന ശൈലിയിലാണ് പറയുന്നത്. ഒരു രോഗം അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട്, വേണമെങ്കിൽ അവർക്കത് മാറ്റിയെടുക്കാം, അല്ലേ? സ്വയം ശ്രമിക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ പലപ്പോഴും അവരതിന് ശ്രമിക്കില്ല. എന്തുകൊണ്ടാണ്? അതിലൊരു ആസ്വാദനമുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, നാട്ടുകാരെയൊക്കെ വഞ്ചിച്ച് പറ്റിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, ആർക്കും എന്നെ പിടികൂടാൻ പറ്റുന്നില്ല, എനിക്ക് എവിടെ ചെന്നാലും കാര്യം നേടാൻ കഴിയുന്നു എന്ന് തോന്നുമ്പോൾ അതിലൊരു ത്രില്ലുണ്ടാവും, അല്ലേ? അതിലെന്തോ ഒരു സുഖം അനുഭവിക്കില്ലേ? അപ്പം അത് കാരണം അവർക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ പരസ്യമായിട്ട് അവർ വിശ്വസിക്കും, എന്നാൽ രഹസ്യമായിട്ട് അവിശ്വസിക്കും എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹും, ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ തുടർച്ചയാണ് ഫസാദഹുമുല്ലാഹു മറദ. ഫ അങ്ങനെ, എന്നിട്ട്, അപ്പോൾ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. അങ്ങനെ, പിന്നെ എന്നിട്ട്, അല്ലെങ്കിൽ അപ്പോൾ, ഇതൊക്കെ മലയാളത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ സാദ, സാദ വർദ്ധിപ്പിച്ചു, സാദ വർദ്ധിപ്പിച്ചു. സാദ മുളാരി യസീദു, സാദ യസീദു, സാദ യസീദു എന്നാണ്. സാദ വർദ്ധിപ്പിച്ചു, യസീദു വർദ്ധിപ്പിക്കുന്നു. സാദ യസീദു സൂറത്തു നബയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ, അല്ലേ? ഫലൻ നസീദക്കും, നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരില്ല, ഇല്ല അദാബ, ശിക്ഷയല്ലാതെ. സാദ യസീദു വർദ്ധിപ്പിച്ചു. സെയ്ദ് എന്ന് പേരുണ്ട്, അല്ലേ? സെയ്ദ്, അദ്ദേഹത്തിൻ്റെ പേര് സെയ്ദാണ്. സെയ്ദ് എന്ന് പറഞ്ഞാൽ പിന്നെ ധാരാളമായി അനുഗ്രഹം ലഭിച്ച ആൾ എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയ്ദ് ധാരാളം കിട്ടിയ ആൾ, വർദ്ധിച്ച് കിട്ടിയ ആൾ സെയ്ദ്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരു സഹാബി ഇല്ലേ, ആരാ? സെയ്ദാണ്. ഏത് സെയ്ദ്? നബിയുടെ വളർത്തുപുത്രൻ, അല്ലേ? നബിയുടെ ദത്തുപുത്രനായിരുന്ന സെയ്ദ്, സെയ്ദ് ബിൻ ഹാരിസ ആണ് സെയ്ദ്. സാദ യസീദു വർദ്ധിപ്പിച്ചു. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട്. ഫസാദ അങ്ങനെ വർദ്ധിപ്പിച്ചു. ഫസാദഹും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. മറദൻ രോഗത്തെ, അല്ലേ? ഈ രോഗത്തെ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. എന്തിനാ പഠിച്ചവനെ പണിയെടുക്കുന്നത്? അവരെ രക്ഷപ്പെടുത്തല്ലേ വേണ്ട, അല്ലേ? എന്താ അങ്ങനെ? അങ്ങനെയാണ് പഠിച്ചവൻ്റെ കളി. എന്തിനാ അള്ളാഹു അങ്ങനെ ചെയ്യുന്നത്? അവർ സ്വയം മാറാൻ സന്നദ്ധമാകാത്തത് കൊണ്ടാണ്, അല്ലേ? മാറാൻ സന്നദ്ധരാണെങ്കിലോ അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കുമായിരുന്നു. രക്ഷപ്പെടാൻ അവസരം കൊടുക്കും. മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചു വരാം. നമ്മളതിന് അള്ളാഹുവോട് തേടിക്കൊണ്ടിരിക്കുന്നില്ലേ, അല്ലേ? വഅഊദു ബിക മിനൻ നിഫാഖ്,
അല്ലേ? നിഫാഖിൽ നിന്ന് അള്ളാഹുവിടെ നമ്മൾ രക്ഷ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിലോ അള്ളാഹു അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ച് അതിനെ അഭിരമിച്ച് അതിലങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥയാണ് അയാൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുക. പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. തിന്മകളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കതിൽ ആസ്വാദനം അനുഭവപ്പെടും. ഞാൻ വളരെ സമർത്ഥനാണെന്ന് തോന്നും, എന്നെ ആർക്കും പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നും. അതിനനുസരിച്ച് അയാൾ മുന്നോട്ട് പോകും. അപ്പോഴൊക്കെ അയാൾക്ക് എന്താ തോന്നുക? ആ പടച്ചോനും എൻ്റെ കൂടെ ഉണ്ട് എന്ന് തോന്നും. അല്ലെങ്കിൽ എന്നെ പിടിക്കേണ്ടതല്ല, ഇതുവരെ പിടിച്ചില്ലല്ലോ, കാരണം പടച്ചോനും ഇത് തന്നെയാണ് ഇഷ്ടം എന്ന് അയാൾക്ക് തോന്നും. അങ്ങനെ പലപ്പോഴും മക്കാ മുശ്രിക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നന്നാവണമെങ്കിൽ അള്ളാഹുവിന് തീരുമാനിച്ചാൽ പോരെ എന്നവർ പറഞ്ഞു. ഞങ്ങൾ തീരുമാനിച്ചില്ലെങ്കിലും അള്ളാഹു തീരുമാനിച്ചാൽ ഞങ്ങൾ നന്നാവില്ലേ? ഞങ്ങൾ നന്നാവേണ്ടതില്ല എന്നായിരിക്കും പടച്ചോൻ്റെ തീരുമാനം. ഇനി അതല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും സത്യം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പടച്ചോന് ഞങ്ങൾ നന്നാക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. നേരത്തെ സൂറത്തുൽ ലൈലിൽ നമ്മൾ പഠിച്ചിരുന്നു, അമ്മാമൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര. അല്ലേ? ഒരാൾ ലുബ്ധനായി സത്യത്തെ നിഷേധിച്ചു, അങ്ങനെ ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു ആ വഴി എളുപ്പമാക്കി കൊടുക്കും. വേറൊരാൾ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര. അല്ലേ? ഒരാൾ നൽകാൻ സന്നദ്ധനായി ദാനം ചെയ്യുന്നു, തഖ്വ പാലിക്കുന്നു, നന്മ അംഗീകരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ വഴി തുറന്നു കൊടുക്കും. അങ്ങനെയാണ്, അതാണ് അള്ളാഹുവിൻ്റെ രീതി. പെട്ടെന്നൊരു ദിവസമായിരിക്കും നമ്മൾ പത്രത്തിലൊക്കെ ചില സംഭവങ്ങൾ വായിക്കുന്നത്. അല്ലേ? അങ്ങനെയുണ്ടല്ലോ, ഭയങ്കരമായ അക്രമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വഞ്ചനയെക്കുറിച്ചോ നമ്മൾ വായിക്കുന്നില്ലേ, ഭയങ്കര തട്ടിപ്പുകളെ കുറിച്ചൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ അവർ അതിന് മുമ്പ് ഒരുപാട് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ഘട്ടത്തിൽ, ഒരു നിർണായക ഘട്ടത്തിൽ അവർ പിടിക്കപ്പെടുക ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ അതുവരെ വഴി തുറന്നു കൊടുക്കുന്ന ആരാ? അള്ളാഹു തന്നെയാണ്. അയാളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ തിരിച്ചു വരുന്നോ അതല്ല തിന്മയിൽ തന്നെ മുഴുകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അള്ളാഹു ആയിട്ട് അവരെ ദുഷിപ്പിച്ചു എന്നല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫസാദഹും, അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അള്ളാഹു മറദൻ, ആ രോഗത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അതിൽ പരമാവധി മുന്നോട്ട് പോകാനുള്ള അവസരം അള്ളാഹു കൊടുക്കും. കാരണം ഈ ലോകം പരീക്ഷണമാണ്. പരീക്ഷണമായതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നും അതിലില്ല. ഫസാദഹുമുല്ലാഹു മറദ, ഇതൊരു ശൈലിയാണത്. ഖത്തമല്ലാഹു എന്ന് നേരത്തെ പറഞ്ഞ പോലെ, അല്ലേ? നേരത്തെ ചില കാഫിറുകളുടെ വിഷയത്തിൽ പറഞ്ഞല്ലോ, അവരുടെ ഹൃദയങ്ങൾ മുദ്ര വെച്ചു. അതേ ശൈലിയാണത്. ഫസാദഹുമുല്ലാഹു മറദ, അവരുടെ രോഗത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പരമാവധി നിഫാഖിൻ്റെ അങ്ങേയറ്റം വരെ അവർ പോകും. അങ്ങനെ സംഭവിച്ചില്ലേ പലർക്കും? ഈ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവരുടെ നേതാവിൻ്റെ പേര് പറഞ്ഞില്ലേ, എന്തായിരുന്നു പേര്? മറന്നോ? അബ്ദുള്ള എന്നാണ് ആദ്യത്തെ വാക്ക്, അല്ലേ? അബ്ദുള്ള ബിൻ സുലൂല, അബ്ദുള്ള ബിൻ ഉബയ്യ് ബിൻ സുലൂൽ, 3 പേരുണ്ട്. അബ്ദുള്ള ബിൻ ഉബയ്യ് ബിൻ സുലൂൽ, സുലൂലിൻ്റെ പുത്രൻ, ഉബയ്യിൻ്റെ പുത്രൻ അബ്ദുള്ള. അബ്ദുള്ള എന്നാണ് അയാളുടെ ശരിയായ പേര്. ഇയാൾക്ക് എന്താ സംഭവിച്ചത്? ഇയാൾ നിഫാക്കിൽ തന്നെ ജീവിച്ച് നിഫാക്കിൽ തന്നെ മരിച്ചു പോവാണ് ചെയ്തത്. അല്ലേ? തിരിച്ചു വരാൻ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെയാണല്ലോ, അയാൾ അതിൽ തന്നെ മരിച്ചുപോയി. റസൂലുള്ള കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇസ്ലാമിക വിപ്ലവം ഉണ്ടല്ലോ, നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ബദറിലെയൊക്കെ പിന്നെ അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ സഹായം, ഇതൊക്കെ നേരിട്ട് അറിയാനുള്ള അവസരം കിട്ടിയ ആൾക്കാരാണ് അവർ. പക്ഷെ എന്നിട്ടും നിഫാഖ് എന്ന രോഗം ബാധിച്ചപ്പോൾ അയാൾ അതിലൂടെ തന്നെ മുന്നോട്ട് പോയിട്ട് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോവാണ്. അങ്ങനെ മരണപ്പെട്ടപ്പോൾ പിന്നെ മകൻ വരുന്നുണ്ട്, അല്ലേ? മകൻ അബ്ദുറഹ്മാൻ വന്നിട്ട്, അദ്ദേഹം മുസ്ലിമാണ്, വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ, താങ്കളുടെ പിന്നെ ഒരു ഡ്രസ്സ് വേണം, ഒരു കുപ്പായം. എന്തിനാ? എൻ്റെ വാപ്പയുടെ മയ്യത്ത് കഫൻ ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ കൊടുത്തു. അതിലാണ് കഫൻ ചെയ്തത്. പിന്നീട് വന്ന് പറഞ്ഞു, വാപ്പയുടെ മയ്യത്ത് റസൂൽ നിസ്കരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, ആർക്ക് വേണ്ടിയാണ് താങ്കൾ നിസ്കരിക്കാൻ പോകുന്നത്? അള്ളാഹുവിൻ്റെ ദീനിനെ ഇത്രമാത്രം പ്രയാസപ്പെടുത്തിയ ഒരാൾ വേറെ ഉണ്ടോ? അയാൾക്ക് വേണ്ടി നിസ്കരിക്കുകയാണോ?
പക്ഷെ എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാരുണ്യത്താൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. എന്ത്? ലാ തുസല്ലി, താങ്കൾ നമസ്കരിക്കരുത്, അലാമൻ മാത്ത, ഈ അവസ്ഥയിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കരുത്, അബദ, ഒരിക്കൽ നിസ്കരിച്ചു പോകരുത്. ഖുർആൻ അങ്ങനെ പറഞ്ഞ ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ. മുനാഫിക്കിൻ്റെ വിഷയത്തിലാണത്. ഇത്തരക്കാർക്ക് വേണ്ടി നമസ്കരിക്കരുത്, മയ്യത്ത് നമസ്കരിക്കരുതെന്ന് അല്ലാഹു തആല റസൂലിനോട് ആവശ്യപ്പെട്ടു. തൗബയിലാണ്, സൂറത്ത് തൗബ. ആർക്കെങ്കിലും അറിയാം നമ്പർ? എൺപത്തിനാല്, സൂറത്ത് തൗബ 8:4. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ വലാ തഖും അലാ ഖബ്രി, അവൻ്റെ ഖബറിൻ്റെ അടുക്കലും താങ്കൾ പോയി നിൽക്കരുത്. ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ, അവർ അള്ളാഹുവെയും റസൂലിനെയും നിഷേധിച്ചവരും ഫാസിഖായിക്കൊണ്ട്, ധിക്കാരിയായിക്കൊണ്ട് മരിച്ചുപോയവരുമാണ് എന്നാണ് ആ വിഷയത്തിൽ പറഞ്ഞത്. 84. അപ്പം അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചില്ല. അപ്പോൾ ഇതാണ് ഇവർക്ക് സംഭവിക്കുന്നത്. ഒരിക്കൽ ഈ മകൻ ഉണ്ടല്ലോ, അബ്ദുറഹ്മാൻ എന്ന മകൻ റസൂലിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, റസൂലെ, ഞാൻ എൻ്റെ വാപ്പയെ കൊന്നുകളയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അഥവാ കൊല്ലുകയാണെങ്കിൽ എനിക്ക് തന്നെ കൊല്ലണം എൻ്റെ വാപ്പയെ. അദ്ദേഹം പറയാണ്, വേറെ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ എനിക്ക് അയാളോട് പക തോന്നും, അതുകൊണ്ട് എനിക്ക് തന്നെ അതിനുള്ള അവസരം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? വേണ്ട അബ്ദുറഹ്മാൻ, മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റുള്ളവർ പറയും, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രത്യക്ഷത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. അത് വേറൊരു വിഷയമാണ്. ഞാനുണ്ടല്ലോ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആഭ്യന്തര ഭദ്രത തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ചില നിർണായക ഘട്ടങ്ങളിൽ മാത്രമാണ് അവരാരാണെന്നൊക്കെ വെളിപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്ന് യുദ്ധ സാഹചര്യങ്ങളാണ്. യുദ്ധത്തിന് ആഹ്വാനം ഉണ്ടാകുമ്പോൾ ഇവരെന്തെങ്കിലും കാരണം പറഞ്ഞ് പിന്തിരിഞ്ഞ് കളയും. എന്തെങ്കിലുമൊക്കെ കാരണം പറയും, ഈത്തപ്പഴങ്ങൾ പാകമായി നിൽക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറപ്പെടാൻ പറ്റില്ല എന്ന് പറയും. അല്ലെങ്കിൽ എല്ലാവരും പോയാൽ മദീനയിലും കുറച്ച് പേര് വേണ്ടേ, അല്ലെങ്കിൽ നാട് കാക്കാൻ ഇവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളതാണ്, അവർ ആക്രമിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ അവരെപ്പോഴും ശ്രമിക്കുകയായിരുന്നു. അപ്പോഴൊക്കെയാണ് ഇവരാരാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നത്. തബൂക്ക് യുദ്ധ വേളയൊക്കെ അതിൽ പ്രധാനപ്പെട്ടൊരു സന്ദർഭമാണ്. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ചിട്ട് അതിൽ തന്നെ മരിച്ചു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഇവർക്ക് കാണുന്നത്. കാരണം ഈ മനോരോഗത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ ഗുരുതരമായൊരു പ്രശ്നമാണ് അല്ലേ. ഫസാദഹുമുല്ലാഹു മറള വലഹും, അവർക്കുണ്ട് അദാബുൻ, ശിക്ഷ, അലീം, വേദനയേറിയ, അലീം, വേദനയേറിയ. നേരത്തെ എന്തായിരുന്നു വന്നത്? അദാബിൻ്റെ കൂടെ നേരത്തെ അലീം വന്നു അല്ലേ, ഗുരുതരമായ. അലീം, അലീം, വേദനയേറിയ. അലം എന്ന് പറഞ്ഞാൽ വേദനയാണ്, അലം. അലം എന്ന് പറഞ്ഞാൽ അലമുൻ, ഇത് നോൺ ഫോമാണ് അലം. മറ്റേ അലമല്ല, ഏത് നമ്മുടെ അലം തറ ഉണ്ടല്ലോ, അലം തറ കൈഫയിലൊരു അലമുണ്ട്, ആ അലമല്ല. അലമുൻ എന്ന് പറയുമ്പോൾ പിന്നെ വേദന എന്നർത്ഥം. അലീം, വേദനയുള്ള എന്നാണ്. അപ്പോൾ ഉച്ചാരണം വളരെ ശ്രദ്ധിക്കണം. അത് ഐനാണെങ്കിലോ അലീം, അറിവുള്ളവൻ എന്നാണ് അല്ലേ.
അലീം അറിവുള്ളവനാണ്. അലീം അലം വേദന, അലീം വേദനയേറിയ. അദാബുൻ അലീം വേദനയേറിയ ശിക്ഷയുണ്ട്. ബിമാ കാനു ബി കൊണ്ട് നിമിത്തം, മാ ഒന്ന് കൊണ്ട്, കാനു അവർ ആയിരുന്നത് കൊണ്ട്, എന്തായിരുന്നു കൊണ്ട്, യക്ദിബൂൻ കദബ കള്ളം പറഞ്ഞു, യക്ദിബു കള്ളം പറയുന്നു, കദബ കളവ്, ഏതാണ്ട് മലയാളം തന്നെയാണ്. കദബ കളവ്. കളവ് പറഞ്ഞു, കളവ് പറഞ്ഞു എന്നാണ്. ഇതാ ഹദ്ദസ കദബ, അവർ സംസാരിച്ച കള്ളം പറയും. കളവാക്കി എന്നുള്ളതിന് എന്താ പറയാ? ഇതിൽ നിന്ന് തന്നെ കളവാക്കി. കദ്ദബ യുകദ്ദിബു, അറഅയ്തല്ലദി യുകദ്ദിബു, നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇത് കള്ളം പറയലാണ്. മറ്റേത് കളവാക്കുക എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നുള്ളതാണ്, അല്ലേ? നിഷേധിക്കുക. ഇപ്പോൾ രണ്ടും രണ്ട് തരത്തിലാവും. അപ്പോൾ സന്ദർഭം അനുസരിച്ച് അവർ വാക്കുകൾ മാറ്റി പറയും. അങ്ങനെയുണ്ടല്ലോ, അവസരം പരിഗണിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ വാക്കുകൾ മാറ്റി പറയുന്ന വൈദഗ്ധ്യം ഇവർക്ക് കൂടുതലുണ്ടാവും. അതാണ് ബിമാ കാനു യക്ദിബൂൻ, അവർ കള്ളം പറയുന്നതിനാൽ. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പോൾ 10ാമത്തെ ആയത്തിൻ്റെ അർത്ഥം എഴുതാം. ആയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതുന്നുണ്ട് എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വരി അവിടെ ഒഴിച്ചിടണം. 2-3 വരി ഒഴിച്ചിടണം. പിന്നെ ഒരു വരിയിൽ എഴുതിയാൽ അടുത്ത വരിയിൽ എഴുതരുത്. ഇങ്ങനെ ആയത്ത് എഴുതുമ്പോൾ നമ്മൾ കോപ്പി റൈറ്റിംഗ് അല്ലേ, ഇങ്ങനെയാണെങ്കിൽ ഈ വരിയിൽ നമ്മളിങ്ങനെ എഴുതി, അപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ മീമൊക്കെ വരുമല്ലോ, ഇങ്ങനെ താഴോട്ട് വരും, റാ വരും, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എഴുതാതിരിക്കാം. എന്നിട്ട് അടുത്ത വരിയിൽ പിന്നെ എഴുതാം, ഇങ്ങനെ എഴുതാം. അപ്പോൾ നടുവിൽ ഒരു വരി ബ്ലാങ്കായിട്ട് ഇടുന്നതാണ് നല്ലത്. അപ്പോഴാണ് എഴുത്ത് ഭംഗിയാവും. അല്ലെങ്കിൽ എല്ലാം കൂടിക്കൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ആയത്ത് എഴുതുമ്പോൾ അതാണ് നല്ലത്. പിന്നെ നമുക്ക് പേനയൊക്കെ കൺട്രോളിൽ കിട്ടി കൃത്യമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ വരിയിൽ തന്നെ എഴുതാം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോകും. അപ്പോൾ അർത്ഥം, ഫി ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട്. അല്ലാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവർ കള്ളം പറയുന്നതിനാൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അവർ കള്ളം പറയുന്നതിനാൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. കള്ളം പറയൽ ഗുരുതരമായൊരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ വളരെ നിസ്സാരമായിട്ട് പറയും, അല്ലേ? എന്നിട്ട് അതിനെ ന്യായീകരിച്ച് അത് ഞാനങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, ഒരു വിശ്വാസി ഭീരുവാകുമോ? വിശ്വാസി ഭീരുവാകുമോ? പേടിയുള്ള ആളാകുമോ? ആകാം.
നബി പറഞ്ഞു, വിശ്വാസി ഭീരുവാകാം. വിശ്വാസി പിശുക്കനാകുമോ? പിശുക്കനും ആകാം. വിശ്വാസി കള്ളം പറയുമോ? ഒരിക്കലുമില്ല. അങ്ങനെ നബി പറഞ്ഞു. വിശ്വാസി ചിലപ്പോൾ ഭീരുവാകാം. ഉണ്ടല്ലോ, എല്ലാവർക്കും തുല്യ ധൈര്യം ഉണ്ടാവണമെന്നില്ല. അതുപോലെ കൊടുക്കുന്നിടത്ത് എല്ലാവരും ഒരുപോലെ ഉദാരത കാണിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ വിശ്വാസി കള്ളം പറയില്ല എന്ന് റസൂൽ ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണ്. നമ്മളെ പേര് തന്നെ എങ്ങനെയാണല്ലോ, വിശ്വാസി എന്നല്ല പേര്, അല്ലേ? ആർക്കും വിശ്വസിക്കാം, എന്നെ ആർക്കും വിശ്വസിക്കാം. കാരണം ഞാൻ പരമസത്യമായ അള്ളാഹുവിൽ വിശ്വസിച്ചവനാണ്, അല്ലേ? അതുകൊണ്ട് അള്ളാഹുവിന് എന്നെ വിശ്വാസമാണ്, എനിക്ക് അള്ളാഹിനെ വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, അതല്ലേ വിശ്വാസി എന്ന് പറഞ്ഞാൽ. പക്ഷേ വിശ്വാസിയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ, അല്ലേ? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകൾ കിട്ടുന്നില്ല എന്ന് പറയില്ലേ, പൊതുവെ ഗുരുതരമായൊരു പ്രശ്നമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, എപ്പോഴാണ് പ്രവാചകരെ അന്ത്യനാൾ? അപ്പോഴും റസൂൽ ഈ ശൈലിയിലാണ് മറുപടി പറയുന്നത്, ഇദാ ദുയ്യിഅത്തിൽ അമാനത്തു ഫന്തദിരി സാഅ. വിശ്വാസം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ നീ അന്ത്യനാളിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് വാക്കിലൂടെ ആയിരിക്കും, അല്ലേ? വിശ്വാസവഞ്ചന സംഭവിക്കുന്ന അങ്ങനെയായിരിക്കും. ഗുരുതരമായ തിന്മ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്നെക്കുറിച്ച് വിശ്വസിച്ച കാര്യത്തിൽ നീ അയാളെ വഞ്ചിക്കുക. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, ഇയാൾ പൂർണ്ണമായും തെറ്റ് ചെയ്യില്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നൊരാൾ നമ്മെക്കുറിച്ച് വിശ്വസിക്കുമ്പോൾ ആ കാര്യത്തിൽ തന്നെ നമ്മൾ വഞ്ചന കാണിക്കുക. അതാണ് ഏറ്റവും ഗുരുതരമായ തിന്മ. അങ്ങനെയാണല്ലോ, ഒരാളുടെ മനസ്സിൽ വല്ലാത്ത ഷോക്ക് ഏൽപ്പിക്കുന്ന സംഭവമായിരിക്കും അത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അതാണ് ഇവിടെ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ, കള്ളം പറയുന്നതിനാൽ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. കളവ് പറയൽ ഒരു മനോരോഗമാണ്, അല്ലേ? കൂടുതലായിട്ട് അങ്ങനെ പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മിൽ നിഫാഖിൻ്റെ ലക്ഷണമുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ചെറിയ ചെറിയ കള്ളങ്ങളില്ലേ, അങ്ങനെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയിട്ടുണ്ടാവും. നീ നിസ്കരിച്ചോ? ആ ഞാൻ നിസ്കരിച്ചു. ഇങ്ങനെയല്ലേ പറയാം കുട്ടികൾ. ഇങ്ങനെ മറുപടി പറഞ്ഞ് ശീലിച്ചിട്ട് അങ്ങനെ അത് ശീലമായി ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിപ്പോകുന്ന അവസ്ഥയുണ്ട്. കള്ളം പറയൽ 2 സന്ദർഭങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്, അല്ലേ? എപ്പോഴൊക്കെയാ? കള്ളം പറയൽ ഒന്ന് 2 പേരുടെ ബന്ധം നന്നാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കള്ളം പറയാം. 2 ആൾ തമ്മിൽ തെറ്റി നിൽക്കുകയാണ്, അപ്പോൾ അവർ നന്നാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കള്ളം. ഇങ്ങനെ അയാൾ നിന്നെക്കുറിച്ച് അയാൾ അന്വേഷിച്ചിരുന്നു കേട്ടോ, പഴയ പോലെ ഒന്നുമില്ല, നിനക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ അയാൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ ഇയാളുടെ മനസ്സിൽ ചെറിയൊരു ഒരു മാറ്റം വരുമല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേയാളോട് പോയി പറഞ്ഞു കൊടുക്കുക, നിന്നെക്കുറിച്ച് അയാൾ ചോദിച്ചിരുന്നു, എനിക്ക് അസുഖമൊക്കെ ആയപ്പോൾ അയാൾ പ്രത്യേകിച്ച് അന്വേഷിച്ചിരുന്നു പറയാം. അപ്പോൾ 2 ആളും പിന്നീട് കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാകുമ്പോൾ ഒന്ന് ചിരിച്ചു പോകില്ലേ, അല്ലേ? അയാളുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ചെറിയൊരു വിശാലത ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു ചിരി വരും. അപ്പം അങ്ങനെ തമ്മിൽ അടുപ്പിക്കാനല്ല അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എവിടെ ഹലാലായ കള്ളം? ഇതുപോലെ ബന്ധം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ദമ്പതികൾക്കിടയിലുള്ള ബന്ധം നന്നാക്കാൻ ഉണ്ടല്ലോ, ചെറിയ ചെറിയ നല്ല നല്ല വാക്കുകളില്ലേ, പരസ്പരം പുകഴ്ത്തി പറയാം. കറി മോശമായാലും ഇന്നത്തെ കറീൻ്റെ ടേസ്റ്റ്, അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ വർത്തമാനങ്ങൾ പറയാം. അപ്പം അതിൽ ചിലത് കളവുണ്ടാവും, നമുക്കറിയാം കള്ളാണ്. പക്ഷേ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ രൂപത്തിലൊക്കെ ആകാം. പിന്നെ തലയിൽ കയറുന്നു. അപ്പോൾ അങ്ങനെ ചിലത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും മനസ്സിൽ തട്ടിയുള്ള മറ്റൊരു തരത്തിലുള്ള വഞ്ചനാത്മകമായ കള്ളമല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അടുത്ത ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قالوا إنما نحن مصلحون
وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ألا إنهم هم المفسدون ولكن لا يشعرون അവരുടെ ചില സ്വഭാവ രീതികൾ, പ്രകൃതങ്ങൾ ആണ് ഇനി പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ ഉപദേശിച്ച് നന്നാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ന്യായം പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ച കളയും. അങ്ങനെയുണ്ടല്ലോ, വല്ലാതെ ന്യായം പറഞ്ഞ് നമ്മൾ പറയുന്നതിനെ മറികടന്ന് വാചാലമായി സംസാരിച്ചിട്ട് പിന്നെ എപ്പോഴും രക്ഷപ്പെടാനുള്ള പ്രകൃതം അവരിലുണ്ടാവും. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റിനെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ശരിയാണ്, അതാണ് ശരി എന്ന് വളരെ ശക്തമായിട്ട് വാദിച്ച് ജയിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സൂറത്തുൽ മുനാഫിഖൂൻ ഇവരെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് അല്ലേ. വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഅൻ യഖൂലു തസ്മഅ ലിഖൗലിഹിം എന്ന് പറയുന്നുണ്ട്. അവരെ കണ്ടാൽ അവരുടെ കോലം തന്നെ നിന്നെ അത്ഭുതപ്പെടുത്തി കളയും. അവരുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ആൾ കൊള്ളാം. അങ്ങനെയാണല്ലോ, ഒരാളുടെ ഡ്രസ്സും കോലമൊക്കെ നോക്കിയിട്ട് നമ്മൾ ആളുകളെ വിലയിരുത്തൂലേ അല്ലേ. സാധാരണ അങ്ങനെയാണ് പറയാം. ഒരാളുടെ മനസ്സെന്താണോ അത് അയാളുടെ വസ്ത്രത്തിലും രൂപത്തിലുമൊക്കെ പ്രകടമാവും. ഇന്ന് നമ്മളതിന് ബോഡി ലാംഗ്വേജ് എന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ആളുകളെ വിലയിരുത്താറുണ്ട്. പക്ഷേ ഇവരുടെ വിഷയത്തിൽ ആ നിലപാടുകൾ, വിലയിരുത്തലുകൾ അബദ്ധമായിരിക്കും. കാരണം കണ്ടാൽ ആരും പെട്ടുപോകും. വഇൻ യഖൂലു, അവർ സംസാരിച്ചാലോ, തസ്മഅ ലിഖൗലിഹിം, നീ അവരുടെ വർത്തമാനത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവാകും എന്ന് പറഞ്ഞാൽ നിന്നെ അത് വല്ലാതെ ആകർഷിച്ച് കളയും എന്ന് പറയുന്നു. സൂറത്തുൽ മുനാഫിഖൂൻ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിൽ വിശദമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ അവരെ തിരുത്താനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ അവർ ഒരു വിധത്തിലും വഴങ്ങില്ല. ഇതാ ഖീല ലഹും, ഖാല പറഞ്ഞു, ഖാല പറഞ്ഞു, നേരത്തെ വന്നില്ലേ. വമിനൻ നാസി മൻ യഖൂൽ, ഖാല യഖൂൽ പറയുന്നു, ഖീല പറയപ്പെട്ടു, പാസീവ് വോയിസാണ്, പറയപ്പെട്ടു എന്നാണ് ഖീല. അറബിയിൽ എന്താ പറയുക ഇതിന്? മജ്ഹൂൽ എന്ന് പറയും അല്ലേ. കർത്താവ് അറിയപ്പെടാത്തത് ജഹിൽ, മജ്ഹൂൽ. ജഹിൽ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്, ജാഹിൽ അറിവില്ലാത്തവൻ. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടാത്ത വാക്ക്. അപ്പോൾ പറയപ്പെട്ടു, ഒരു വാക്ക് പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആളെ അറിയില്ല അല്ലേ. സംഗതി പറയപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞ ആളെ അറിയില്ല. അപ്പം അങ്ങനെയുള്ള വാക്കാണ് ഖീല, പറയപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ മുളാരി എങ്ങനെ വരിക? യഖൂലാണോ? യുഖാലു എന്നാണ് വരിക അല്ലേ. യുഖാലു പറയപ്പെടുന്നു, യുഖാലു പറയപ്പെടുന്നു. ഖീല പറയപ്പെട്ടു, ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു, ഖീല പറയപ്പെട്ടു, യുഖാലു പറയപ്പെടുന്നു, യുഖാലു. പറയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൽ നബി നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടതും കേട്ടതും അല്ലേ. നഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖീല വഖാല എന്ന് പറഞ്ഞു. അയാൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ ഒരിക്കലും പിന്നെ ഒരു മെഗാഫോണായി മാറരുത് എന്നുള്ളതാണ്. ഉണ്ടല്ലോ, പ്രാദേശിക ചാനലായിട്ട് മാറുക, അങ്ങനെ നാട്ടിലെ സകല വർത്താനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം അത് നിരോധിച്ചിട്ടുണ്ട്. ഖീല വഖാൽ എന്നതിനെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ അതല്ല ഉദ്ദേശിച്ചത്.
ഇവിടെ അള്ളാഹു തന്നെയാണ് പറയുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് തീർച്ചയായും അത് വസ്തുതയാണ്. ഇതാ ഖീല, ഇതാ എന്ന് പറഞ്ഞാൽ എന്താ? ആയാൽ, ഇതാ ആയാൽ, ഇതാ ആയാൽ, ഖീല പറയപ്പെട്ടു, ഇതാ ഖീല പറയപ്പെട്ടാൽ, ലഹും അവരോട് പറയപ്പെട്ടാൽ, ഏതൊരു നല്ല മനുഷ്യൻ പോയിട്ട് ഇവരെ ഒന്ന് നന്നാക്കി കളയാം എന്ന് തീരുമാനിച്ചിട്ട് അപ്പോയിൻമെൻ്റൊക്കെ വാങ്ങി അങ്ങനെ അവരുടെ അടുക്ക പോയിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇതാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ എന്താ പറയാൻ പോകുന്നത്? ലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയാണ്. ഫസാദ് അറിയാലോ, കുഴപ്പം, നാശം, കുഴപ്പം എന്നൊക്കെയാണ്. അഫ്സദയാണ്, അഫ്സദ കുഴപ്പം ഉണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി, അഫ്സദ. ഏതാണ്ട് ക്രിയാരൂപങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഫസാദ് കുഴപ്പം, അഫ്സദ കുഴപ്പം ഉണ്ടാക്കി. ഫസാദ്, അഫ്സദ കുഴപ്പമുണ്ടാക്കി എന്നാണ്. നാശമുണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി. സ്വയം നശിച്ചു പോവുകയാണെങ്കിലോ അതിന് ഫസദ എന്നാണ് പറയാം. ഫസദ എന്ന് പറഞ്ഞാൽ നശിച്ചു, ഒരു സാധനം നശിച്ചു പോയി. ഇന്നലെ വെച്ച ചോറ് രാവിലെ പൊളിച്ചു പോയി, ഫസദ, നശിച്ചു. അങ്ങനെയൊക്കെ പറയാം. ഫസദ സ്വയം നശിക്കുകയാണ്. അഫ്സദ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കി, നാശം ഉണ്ടാക്കി, ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഫസാദ് എന്ന് പറഞ്ഞാൽ കുഴപ്പം, നാശം, കുഴപ്പം, നാശം, ഫസാദ്. അപ്പോൾ അഫ്സദ കുഴപ്പമുണ്ടാക്കി. ഇതിൻ്റെ ഭാവി കാലം ഇങ്ങനെ ഇരിക്കും. അഫ്സദ യുഫ്സിദു അല്ലേ? യുഫ്സിദു എന്നാണ് വരേണ്ടത്. അഫ്സദ യുഫ്സിദു. നമുക്ക് ഓരോ മോഡൽ വാക്കുകളാണ്. അഫ്സദ മോഡൽ നേരത്തെ പഠിച്ചു നമ്മൾ. അംഫക്ക പഠിച്ചില്ലേ? അംഫക്ക യുംഫിക്കു, അതിൽപ്പെട്ടാണ്. അംഫക്ക യുംഫിക്കു. അഫ്സദ യുഫ്സിദു, കുഴപ്പമുണ്ടാക്കി. അടുത്ത സ്റ്റെപ്പ് ഈ യുഫ്സിദുവിൽ നിന്നാണ് തുടങ്ങുന്നത്. യുഫ്സിദുവിൽ ചെറിയൊരു മാറ്റം. എന്താ മാറ്റം? താ കൊടുക്കാം അല്ലേ? തുഫ്സിദു ആകുമ്പോൾ നീ കുഴപ്പമുണ്ടാക്കുന്നു എന്നാണ്. ഇനി തുഫ്സിദുവിൻ്റെ കൂടെ വാവും അലിഫും ചേർക്കാം. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. തുഫ്സിദു, അപ്പോൾ നിങ്ങൾ അല്ലേ? ഇങ്ങനെ ചിലത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ താ വന്നു, അപ്പോൾ നീയായി തുഫ്സിദു. അതേ തുഫ്സിദുവിൻ്റെ കൂടെ വാവും അലിഫും വന്നപ്പോൾ നിങ്ങളായി. തുഫ്സിദു, നിങ്ങൾ കുഴപ്പം ഉണ്ടാക്കുന്നു. തുഫ്സിദു, നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നു. നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നു. അപ്പം ഇവരോട് എന്താ പറഞ്ഞത്? ലാ തുഫ്സിദു അല്ലേ? നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. ഫിൽ അർള്, അർള് ഭൂമി, അർള് ഭൂമിയാണ്. അൽ അർള് എന്ന് പറയുമ്പോഴോ ഏതോ ഒരു നിശ്ചിത സ്ഥലമാണ്. ഏതായിരിക്കും സ്ഥലം? ഇപ്പം നമ്മൾ എവിടെയുള്ളത്? മദീനയിൽ അല്ലേ? മദീനയിലാണല്ലോ സൂറ ഇറങ്ങുന്നത്. അപ്പോൾ മദീനയിലാണ് നിഫാഖ് ഉണ്ടായത്, മദീനയിലാണ് മുനാഫിക്കുള്ളത്. അവർ അവിടെ കുഴപ്പമുണ്ടാക്കുകയാണ്. അപ്പോൾ ഫിൽ അർള് എന്ന് പറയുമ്പോൾ നാട്ടിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? മദീനയിൽ വെച്ച് മദീനക്കാരായ മുനാഫിക്കുകളോട് ഗുണകാംക്ഷികളായ ആളുകൾ പറയാണ്, ലാ തുഫ്സിദു ഫിൽ അർള്, നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കല്ലേ, നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ലാ തുഫ്സിദു ഫിൽ അർള്. അപ്പോൾ അവരെന്ത് പറയും? ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങളാണ്. ആരാ പറഞ്ഞു ഞങ്ങൾ കുഴപ്പമുണ്ടാക്കിയ? ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
നിങ്ങൾക്ക് നന്മ വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, ഇങ്ങനെ അവർ പറയാം അല്ലേ? ഞങ്ങൾ നല്ലതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇനി വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്, വേണ്ടെങ്കിൽ വേണ്ട. അപ്പം ഇങ്ങനെ വല്ലാത്തൊരു നല്ല കാര്യമാണ് അവർ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ഒരു വാക്കിലൂടെ ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഫസാദ്, ഒരു ചോദ്യം എഴുതാം. ലോകത്തിൻ്റെ തുടക്കം നന്മയിൽ നിന്നാണോ തിന്മയിൽ നിന്നാണോ? ലോകത്തിൻ്റെ തുടക്കം നന്മയിൽ നിന്നാണോ തിന്മയിൽ നിന്നാണോ? വേറൊരു ചോദ്യമാണ്. ഖുർആനിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഫസാദും അതിൻ്റെ മറുവശം ഇസ്ലാഹ് എന്ന് പറയും, സംസ്കരണമുണ്ട്, നശിപ്പിക്കലുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. നമ്മൾ കുറച്ച് താമസിച്ച് പോകുന്നുണ്ട് തുടങ്ങാൻ അല്ലേ? 6:45 തന്നെയാണ് നമുക്ക് തുടങ്ങേണ്ടത്. ഇപ്പോൾ സുബഹിനി മെല്ലെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താമസിക്കാൻ സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട്. പക്ഷെ എന്നാൽ നമുക്ക് തുടങ്ങാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് കഴിയുന്നതും 6:45 തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുമാറാവട്ടെ. പടച്ചവനെ, മനസ്സിൽ നിന്ന് കാപട്യവും വക്രതയും അവസരവാദവും എല്ലാ തിന്മകളും മാറ്റി മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ ഞങ്ങൾക്ക് നീ കഴിവ് നൽകണമെന്നർത്ഥ. നിന്നിൽ മാത്രം വിശ്വാസമർപ്പിച്ച് നിൻ്റെ കൽപ്പനകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗം നേടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.